നമ്മളിന്ന് 6-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നേയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള 5 ദിവസങ്ങളും നമ്മൾ എനർജിയെ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നുള്ളതും എനർജി എവിടേക്ക് ലീക്കായി പോകുമെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി 6-ാമത്തെ ദിവസം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എനർജി എവിടെയൊക്കെ എൻവയോൺമെൻറ്റിൽ ലീക്ക് ചെയ്ത് പോകുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ നമ്മുടെ നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഈ ഗോൾ നേടിയെടുക്കാനായിട്ട് നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ മാറ്റം കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് സജിം സുലൈമാൻ. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ ഉണ്ടാവും അല്ലേ? ഒരു പ്രായഭേദമന്യേ ഇപ്പോൾ ഒരു ബിസിനസ് ഓണറിന് തന്നെ ഗോൾ ഉണ്ടാവണമെന്നില്ല. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് വേണമെങ്കിൽ എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഗോളാവാം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം, വെയിറ്റ് ഗെയിൻ ചെയ്യണം, ഇങ്ങനെ പല രീതിയിലുള്ള പല മേഖലയിലുള്ള ഗോൾസ് നമുക്കുണ്ടാവും. അപ്പോൾ ഇതിന് ഓരോ രീതിയിലും ഓരോ ടൈപ്പായിട്ടുള്ളത് രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ എനർജിയിൽ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡിലായിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫുഡ്, എക്സസൈസ് പോലുള്ള കാര്യങ്ങളിലായിരിക്കും. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻകം സോഴ്സുകൾ ഇതിനകത്ത് എടുക്കുക. ഓരോ ഇൻകം സോഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇൻകം സോഴ്സിൽ മാത്രം ഇരിക്കുന്ന ഒരാളിന് നെക്സ്റ്റ് ലെവലിലേക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം പറ്റും, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ട്. അപ്പോൾ നമ്മുടെ എനർജി ഇവിടെ എവിടെയൊക്കെ ലോസായി പോകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം ആ ഒരു എനർജിയെ ബ്ലോക്കേജ് നിർത്തിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ 6-ാമത്തെ ദിവസം നമ്മൾ ചുറ്റുപാടുകളെ നോക്കുക. ചുറ്റുപാടുകളിലുള്ള ഇപ്പോൾ വ്യക്തികളെ നമ്മൾ നോക്കി, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി വന്നപ്പോൾ ലാസ്റ്റ് വരുന്നത് ചുറ്റുപാടുകളാണ്. ചുറ്റുപാടുകൾ നമ്മൾ 2 രീതിയിലാണ് ബാധിക്കുന്നത്. ഒന്ന്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചുറ്റുപാടുകൾ. രണ്ടാമതെന്ന് പറയുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് പുറമേ പോകണം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് തന്നെ കാര്യം എടുക്കാം. നമുക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ ഓടാനായിട്ട് പോകണം. അപ്പോൾ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ടുള്ള മഴ പുറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു മഴയെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ വീടിനകത്ത് കുറച്ച് നേരം നടക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലോട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തെടുക്കുക എന്നല്ലാതെ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ചില ആൾക്കാർ വീട്ടിലെ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഓഫീസ് വർക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളിന് ഒരു കോവർക്കിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ അയാളുടെ ഫോക്കസ് നല്ല രീതിയിൽ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരുപക്ഷെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളിന് ഒരു വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമ്മുടെ എനർജി അവിടെ ഇങ്ങനെ സ്പ്ലിറ്റായി പോകുന്നതായിട്ട് കാണും. ഒരു പക്ഷേ അയാൾക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്താൽ തീരാന്നുള്ളൊരു വർക്കായിരിക്കും ഒരു ദിവസം മുഴുവനായിട്ടിരുന്നാലും തീരാത്ത അവസ്ഥകളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും ആ എൻവയോൺമെൻറ്റ് മാറി ഒരു കോവർക്കിംഗ് സ്പേസിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ അതായത് വർക്ക് ചെയ്യാനായിട്ട് മാത്രം വരുന്ന ആൾക്കാരായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ അവർക്ക് കൂടുതലും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ എൻവയോൺമെൻറ്റിനെ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് നിങ്ങളുടെ ഗോളിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നോക്കുക. ആ എൻവയോൺമെൻറ്റിൽ നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓവറായിട്ട് നിങ്ങളുടെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കാതിരിക്കുക. കാരണം അവിടെ ചേഞ്ച് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഫേർട്ടായിട്ട് മാറുകയും ആ ഒരു ഗോള് നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യമായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ എൻവയോൺമെൻറ്റ് മാറിപ്പോവുക. ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറുക എന്നല്ല, 1-2 ദിവസം നിങ്ങളൊന്ന് മാറി നോക്കുക. നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കത് പറ്റാത്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേറൊരു ഇതേപോലെയുള്ള കോവർക്കിംഗ് സ്പേസിലോ റീഡിങ് റൂമുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് പോയിട്ട് നിങ്ങൾ മാത്രം ഇരുന്നിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഞാനിത് ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത്, ഞാനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഡീപ്പ് വർക്ക് എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ കുറച്ച് സമയം നമ്മുടെ ആ വർക്കിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് നമ്മൾ അതിൻ്റെതായ രീതിക്ക് അതിനെ ഡിസൈൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിനെ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്.
അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള എൻവയോൺമെൻറ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഗോളുമായിട്ട് എത്രത്തോളം ആ എൻവയോൺമെൻറ്റ് അലൈൻഡ് ആണ് എന്നുള്ളത് നിങ്ങളൊരു ബുക്കിലോ പേപ്പറിലോ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ എഴുതി നോക്കുമ്പോൾ നിങ്ങളുടെ എത്ര കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് നിങ്ങൾ ആ എൻവയോൺമെൻറ്റിൽ കാണുന്നത്, എത്ര കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് പറ്റിയതല്ല. എത്രയും പെട്ടെന്ന് ആ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗോൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനായിട്ടുള്ളത്. അപ്പം ഇനി അടുത്തത് വരാനായിട്ട് പോകുന്നത് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ 6 ദിവസത്തെയും കൂടെ കോമ്പിനേഷൻ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു റുട്ടീൻ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഒരു ദിവസം നമുക്ക് എങ്ങനെ ഈ എനർജി സോഴ്സുകളെല്ലാം കൂടെ നോക്കിയിട്ട്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ മിച്ചം പിടിച്ച് സേവ് ചെയ്ത കുറേ എനർജി സോഴ്സുകളുണ്ടാവും. ഇതിനെ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ 7ാമത്തെ ദിവസം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും 7ാമത്തെ ദിവസത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.